സങ്കീർത്തനങ്ങൾ 15-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവേ, അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും? അങ്ങയുടെ വിശുദ്ധഗിരിയിൽ ആര് വാസമുറപ്പിക്കും? നിഷ്കളങ്കനായി ജീവിക്കുകയും നീതിമാത്രം പ്രവർത്തിക്കുകയും ഹൃദയം തുറന്ന് സത്യം പറയുകയും ചെയ്യുന്നവൻ, പരദൂഷണം പറയുകയോ സ്നേഹിതനെ ദ്രോഹിക്കുകയോ അയൽക്കാരനെതിരെ അപവാദം പരത്തുകയോ ചെയ്യാത്തവൻ, ദുഷ്ടനെ പരിഹാസ്യനായി കരുതുകയും ദൈവഭക്തനോട് ആദരം കാണിക്കുകയും നഷ്ടം സഹിച്ചും പ്രതിജ്ഞ നിറവേറ്റുകയും ചെയ്യുന്നവൻ. ഓർമ്മിക്കുക, വിശുദ്ധ ഫിലിപ്പ് നേരിയുടെ ഓർമ്മദിനമാണിന്ന്. 1515 ഫ്ലോറൻസിൽ ഒരു കുലീന കുടുംബത്തിൽ ജനിച്ചു. കുഞ്ഞുനാൾ മുതൽ അനുസരണയുള്ള കുട്ടിയായി വളർന്നു. വ്യാകരണവും സാഹിത്യവും പഠിച്ചു കഴിഞ്ഞ് ഫിലിപ്പിനെ മോന്തെ കാസിനോനിലുള്ള ചിറ്റപ്പന്റെ അടുത്തേക്ക് പിതാവ് അയച്ചു. അന്ന് ഫിലിപ്പിന് 18 വയസ്സ് പ്രായമായിരുന്നു. ചിറ്റപ്പന്റെ അവകാശിയായി സസുഖം ജീവിക്കാമായിരുന്നെങ്കിലും പൗരോഹിത്യത്തെ ആഗ്രഹിച്ചിരുന്ന ഫിലിപ്പ് റോമിൽ പോയി ഒരു ഫ്ലോറന്റൈൻ പ്രഭുവിന്റെ വീട്ടിൽ താമസിച്ച് കുട്ടികളെ പഠിപ്പിക്കുകയും ഉപരിപഠനം നടത്തുകയും ചെയ്തു. അവിടെ താമസിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ജീവിത വിശുദ്ധിയെ പറ്റിയുള്ള റിപ്പോർട്ടുകൾ റോമിലും ഫ്ലോറൻസിലും പരന്നു. എല്ലാവരും അദ്ദേഹത്തോട് സംസാരിക്കാൻ ആഗ്രഹിച്ചിരുന്നെങ്കിലും ഫിലിപ്പ് വ്യർത്ഥ ഭാഷണത്തിന്റെ ദോഷങ്ങളെപ്പറ്റി ബോധവാനായിരുന്നു. പ്രാർത്ഥനയും ഉപവാസവും ഇന്ദ്രിയ നിഗ്രഹവും വഴിയാണ് തന്റെ കന്യാത്തം അദ്ദേഹം പാലിച്ചത്. ഒരു യുവ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ തെരുവീഥികളിൽ നിന്ന് ആത്മാക്കളെ ദൈവത്തിന് നേടുന്നതിന് പരിശ്രമിച്ചിരുന്നു. 36-ാം വയസ്സിൽ ആത്മീയ പിതാവിന്റെ നിർദ്ദേശപ്രകാരം പൗരോഹിത്യം സ്വീകരിച്ചു. വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ അദ്ദേഹം കരഞ്ഞുകൊണ്ടിരുന്നു. പലപ്പോഴും സമാധിയിലായി പോകും. സമയം കൂടുതലായി വേണ്ടി വരുന്നതിനാൽ സ്വകാര്യമായിട്ടാണ് അദ്ദേഹം കുർബാന അർപ്പിച്ചിരുന്നത്. 1564 ഒറേറ്റേറിയൻ സഭ രൂപീകരിച്ചു. ഒരിക്കൽ ദൈവമാതാവ് ഫിലിപ്പിന് പ്രത്യക്ഷപ്പെട്ടു. ലൂതറിന്റെ വിപ്ലവം വരുത്തിയ നാശം പരിഹരിക്കാൻ വളരെയേറെ പ്രവർത്തിച്ച അദ്ദേഹം മുൻകൂട്ടി അറിയിച്ചതുപോലെ 1595 മെയ് 26-ാം തീയതി 80-ാം വയസ്സിൽ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. 1622 മെയ് 12-ാം തീയതി ഗ്രിഗറി 15-ാമൻ പാപ്പ അദ്ദേഹത്തെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി. എളിമയ്ക്കും സന്തുഷ്ടിക്കും വലിയ വില കൊടുത്തിരുന്ന അദ്ദേഹത്തിന്റെ ജീവിതക്രമം എല്ലാവർക്കും വളരെ സ്വീകാര്യമായിരുന്നു. എല്ലാവരും അദ്ദേഹത്തിന്റെ ജീവിതം മാതൃകയായി സ്വീകരിച്ച് വിശുദ്ധരായി തീരുവാൻ വേണ്ട കൃപയ്ക്കായി പ്രാർത്ഥിക്കാം.